ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ മുഗളായി ആണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചിക്കൻ മുഗളായിക്കായിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ചിക്കൻ കേട്ടോ, ബോൺലെസ് ചിക്കൻ ആണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമില്ല, 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം, നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ചിക്കനിൽ കുരുമുളകും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സവാള ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമുളക് ഒന്ന് മാറി വരണം. നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ വഴണ്ട് വരാൻ കുറച്ചൊന്ന് സമയം കൂടുതൽ എടുക്കും കേട്ടോ. നന്നായിട്ട് അതിനകത്ത് ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്ന് ഒന്ന് മുരിയാൻ കുറച്ച് ടൈം എടുക്കും. അല്ലെങ്കിൽ നല്ലൊരു പച്ച ചുവ ഉണ്ടാവും അതിന്. ഈ ഉള്ളി നന്നായിട്ട് ഈ സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് കൂടി ചേർത്ത് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബോൺലെസ് ചിക്കൻ ചിക്കനോട് ചേർത്തിട്ട് 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഇതിനകത്ത് നമ്മൾ 2-3 മിനിറ്റ് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. വേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയ എന്താ പറയുക, അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ്, ഒരു ടൊമാറ്റോയുടെ പേസ്റ്റാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയും കൂടെ കിടന്ന് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാം. ആ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 10-12 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തതാണ്. നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ കാഷ്യൂനട്ട് പേസ്റ്റ് ഒക്കെ ചേർത്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം.
1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് ഇത് ചേർക്കാം. തൈര് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മുഗളായിയുടെ പ്രധാന സാധനമാണ് കേട്ടോ തൈര്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളൊരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഈ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചാറൊക്കെ പറ്റി നല്ല മുഗളായി സ്പെഷ്യൽ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടില്ല സാധനം. പ്രത്യേക സ്മെല്ലാട്ടോ. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. ഇത് മതിയാവും. അപ്പം നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്ത് നല്ലൊരു സ്പെഷ്യൽ മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മുഗളായി തയ്യാറായി. നമുക്കിനി അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ. കസൂരി മേത്തി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ മുഗളായി. നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.